Yazin, your performance was cool. ശരിക്കും ഇറ്റ് വാസ് ടു ഗുഡ്. ഞാൻ പറയാണ്ട് തന്നെ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ സംഗതികളൊക്കെ യാസിൻ ഇങ്ങനെ നടന്നൊക്കെയാണ് പാടുന്നത്. എനിക്കൊക്കെ വല്ല പാട്ടിൽ വല്ല സംഗതി ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ അനങ്ങില്ല, കണ്ണൊക്കെ അടച്ചു പിടിച്ചിട്ടാണ് പാടുക, അത് വീഴോ ഇല്ലേന്ന് അറിയാം. പക്ഷേ യാസിൻ ഗുഡ് ജോബ്. ആൻഡ് എനിക്ക് യാസിൻ പാടുന്ന കണ്ടപ്പോൾ എന്തോ ഈ പാർക്കിൽ കൂടെ ഇങ്ങനെ ആപ്പിളൊക്കെ കടിച്ച് ഇങ്ങനെ സുഖമായിട്ട് നടക്കണ മാതിരിയായിരുന്നു ഇത്. ഐ ഡോണ്ട് തിങ്ക് ഇത് യാസിന് തീരെ മുമ്പ് കേട്ട് പരിചയമുള്ള സോങ് ആണോ അത്? അല്ല, സെലക്ട് ചെയ്ത് വന്നതിന് ശേഷം പഠിച്ചു. ആണോ? പക്ഷെ അതിനൊന്നും തോന്നിയേ ഇല്ല കേട്ടോ പെർഫോമൻസിൽ. റിയലി നൈസ്. ഓക്കെ, എനിവേസ് നമുക്ക് ജഡ്ജസിന് എന്താ പറയണ്ടേ നോക്കാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദീപക് ഏട്ടാ. യാസിൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ടഫ് സോങ് എടുത്തത് പാടി ഫലിപ്പിക്കാൻ എടുത്ത ഒരു ട്രയൽ ഇസ് റിയലി അപ്രീഷിയേറ്റഡ്. വണ്ടർഫുൾ ജോബ്. പിന്നെ ഓഫ് കോഴ്സ് ഒരളവ് വരെ ഇത് പാടി ഫലിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ഇമ്പ്രസീവ് ആയിരുന്നു കേൾക്കാൻ. പക്ഷേ എനിക്ക് എന്തോ പിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പാട്ട് 100% പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഹൗഎവർ ഈ പാട്ട് ഇങ്ങനെ പാടാൻ തന്നെ ഈ ഒരു സ്റ്റേജിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് എന്നുള്ളൊരു കാര്യം മാത്രം. പിന്നെ പ്രൊനൗൺസിയേഷൻ ആഷിഖ് എന്തോ ഒരു ആസു എന്നുള്ളൊരു വാക്ക് പാടിയിരുന്നോ? ആൻസു തന്നെയാണോ അത്? എന്താണ് ആ ലിറിക്? എന്താണ് ലിറിക്? അതിൻ്റെ ആ ലൈൻ എന്താണ്? ആസു എന്ന് ഉദ്ദേശിക്കുന്നത് ടിയേഴ്സ് ആണെങ്കിൽ ആൻസു അല്ല, ആസു കിട്ടിയതാണ്. അപ്പോൾ നെറ്റിൽ അങ്ങനെ ആയിരുന്നു സംഭവം. ഓക്കെ, നെറ്റിൽ അങ്ങനെയാണെങ്കിലും അതിന്റെ അർത്ഥം ആരോടെങ്കിലും ചോദിക്കണം. നെറ്റിൽ ഉണ്ടാവുന്നതെല്ലാം ശരിയാവണമെന്നില്ല. ഇംഗ്ലീഷിലായിരുന്നോ ലിറിക്സ്? ഇംഗ്ലീഷിലായിരുന്നു. സൗണ്ട് വരും അങ്ങനെ വരുമ്പോൾ. ഇപ്പം ആൻഖേ എന്നുണ്ടെങ്കിൽ AANKEI എന്നാണ് എഴുതുക. ആൻഖേ എന്ന് പാടേണ്ട ആവശ്യമില്ല. അതുമാതിരി തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴൊരു അത്. ഓക്കെ, അപ്പം നെറ്റിലും കറക്റ്റാണ്, അത് മനസ്സിലാക്കേണ്ട തെറ്റാണ്. പിന്നെ മൈക്ക് ബാലൻസിങ് വാസ് വെരി പുവർ. കാരണം ഇത്രയും ഡൈനാമിക് ഉള്ളൊരു സിംഗിങ് ആകുമ്പം അതിനനുസരിച്ച് മൈക്ക് വളരെ ലൗഡായിട്ട് വരുന്ന സ്ഥലത്തൊക്കെ വായുടെ അകത്തോട്ടേക്കാണ് മൈക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡൈനാമിക്സ് കൺട്രോൾ കുറവാണ് ഫീൽ ചെയ്തത്. ചിലതൊക്കെ വളരെ ഹേർട്ടിങ് ആയിരുന്നു ടു ദി ഇയേഴ്സ്. ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഈ പാട്ട് എടുത്തതും പാടി ഇറ്റ്സ് 50% കൺവിൻസിങ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് അബവ് 80% കൺവിൻസിങ് ഫോർ ഷുവർ. അതുകൊണ്ട് വെൽ ഡൺ. താങ്ക് യു. ജാസിയേട്ടാ, പെട്ടെന്ന് പഠിച്ചെന്ന് പറയുമ്പോൾ സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഒത്തിരി നാൾ കേട്ട ഒരു പരിചയം ഫീൽ ചെയ്ത് പാടുമ്പോഴത്തേക്കൊക്കെ നല്ല ഫ്ലെക്സിബിളായിട്ട് തോന്നി. പിന്നെ മൈക്ക് ബാലൻസിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇത്രയും നന്നായിട്ട് പാടുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എന്തായാലും അതിൽ കുറച്ച് ശ്രുതിയിൽ പ്രശ്നം വരണമല്ലോ. ആ ഒരു പ്രശ്നങ്ങൾ മാത്രമേ മോൻ്റെ കണ്ടുള്ളൂ. മോൻ ആസ് യൂഷ്വൽ നല്ലൊരു എനർജറ്റിക് ആയിരുന്നു. മൈക്കിൻ്റെ വോളിയം എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു. ചിത്രേച്ചി. യാസിൻ, ശരിക്കും യാസിൻ പാടിയത് യാസിന് പാടാൻ പറ്റിയൊരു പാട്ട്. ശരിക്കും അൽറോസ് മാഷിനും പിന്നെ നമ്മുടെ രഘുറാം മാഷിനും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം. കറക്റ്റായിട്ടൊരു സോങ് തന്നു എന്നുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സോങ് യാസിൻ പാടിയത്. അതിനകത്ത് ഒത്തിരി കോൾഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ടോണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറച്ചൊരു നേസൽ ടോൺ തോന്നി. അതിൻ്റെതായിട്ടുള്ള സ്ലൈറ്റ് ഡിസ്റ്റർബൻസസ് വോയിസിൽ വളരെ ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് ശ്രുതിയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ ചെവി അടഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ അത് കൂടുതൽ കേൾക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് വലിയൊരു കുറ്റമായിട്ട് പറയുന്നില്ല, എക്സ്ക്യൂസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് കൂടെ എനിക്ക് പാടിയത് എനിക്ക് വളരെ ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. Alright Yasin, അപ്പോൾ ടൈം ടു നോ യുവർ മാർക്സ്. ചേച്ചി, ഔട്ട് ഓഫ് 40? 35 out of 40. ദീപക് ഏട്ടാ? 24 out of 30. 24 out of 30. 23 out of 30. അപ്പോൾ യാസിന് ഹിന്ദി ഓൾ സോങ്സ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 82 മാർക്സ്.